അമ്നിയോസിന്തസിസ് പ്രഗ്നൻ്റ് അമ്മമാർക്ക് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വിഡ്രോ ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഈ അമ്മമാരുടെ ഉള്ളിൽ, അതായത് കുഞ്ഞുങ്ങൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഉള്ളിലാണ്. സോ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ ഇഞ്ചുറിയിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുക, കുഞ്ഞുങ്ങളെ ഇൻഫെക്ഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുക, കുഞ്ഞുങ്ങളുടെ പ്രോപ്പർ മൂവ്മെൻറ്റ്, ഇതിനൊക്കെ സഹായിക്കുന്നതാണ് ഈ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്, അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഓക്കെ, ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വിഡ്രോ ചെയ്യുന്ന പ്രൊസീജിയറാണ് അമ്നിയോസിന്തസിസ്. ഓക്കെ, അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഉള്ളിൽ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ ടിഷ്യൂസ് കാണും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഗ്രോത്ത് ഡിഫക്റ്റോ പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ. ക്ലിയർ അല്ലേ? സാധാരണയായിട്ട് 15 to 20 വീക്സ് പ്രഗ്നൻസിയിൽ ഇത് ചെയ്യാറുണ്ട്. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അബ്നോർമാലിറ്റീസോ എന്തെങ്കിലും റിസ്ക് ഉള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ 15 to 20 വീക്സിൽ ചെയ്യാറുണ്ട്. പിന്നെ ചെയ്യുന്നത് 4 to 6 മന്ത് പ്രഗ്നൻസിയിലാണ്. അത് സാധാരണയായിട്ട് ചെയ്യുന്നത് ഈ ക്രോമസോമൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, ഡൗൺ സിൻഡ്രോം, അതുപോലെ തന്നെ സ്പൈന ബൈഫിഡ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അമ്നിയോസിന്തസിസ് ചെയ്യാറുണ്ട്. അമ്നിയോസിന്തസിസ് ചെയ്യുന്നതിന് മുമ്പ് ഈ അമ്മയ്ക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കണം. അലർജി എന്ന് പറയുന്നത് ലാറ്റക്സ് അലർജി, ഏതെങ്കിലും മെഡിസിനോട് അലർജി, ഇങ്ങനെയുള്ള അലർജി ഉണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കണം. ഉണ്ടെങ്കിൽ അത് ഫിസിഷ്യനെ ഇൻഫോം ചെയ്യണം. അതുപോലെ തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ, ബ്ലീഡിങ് ഉണ്ടാക്കുന്ന ഏതെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും അത് ഫിസിഷ്യനോട് പ്രത്യേകം ഇൻഫോം ചെയ്യണം.